ഹായ് ഹലോ നമസ്കാരം. സുന്ദരം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമ്മുടെ കോട്ടയം. വീട് പോലെ മനോഹരമായ മറ്റൊരു വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ശാന്തവും സമാധാനവുമായ അന്തരീക്ഷം, അതേപോലെ തന്നെ ആഡംബരപൂർണ്ണമായ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള മുറികൾ. കോട്ടയത്ത് എത്തുന്ന ആളുകൾക്ക് ഹോട്ടൽ പാക്കേജുകളും അതേപോലെ നൂതന സംവിധാനങ്ങളുമൊക്കെയുള്ള റൂമുകളൊക്കെയുള്ള കോട്ടയം ആർപ്പുക്കരയിൽ ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമുണ്ട്. ഏതാണെന്നല്ലേ? കോട്ടയം ഗ്രാൻഡ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ലൈവ് ടിവിയുടെ എൻ്റെ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കോട്ടയം ഗ്രാൻഡാണ്. വരൂ, കമാൺ. കോട്ടയം ഗ്രാൻഡിൻ്റെ GM ജോൺ മാത്യു സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിന് പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. താങ്ക് യു വെരി മച്ച്. ശരിക്കും ഗ്രാൻഡ് പോലെ തന്നെ അതിമനോഹരമായ ആംബിയൻസാണ് ഇവിടെ വരുമ്പോൾ. ശരിക്കും ഈ കോട്ടയംകാരുടെ മനസ്സിലേക്ക്, അല്ലെ ഇവിടേക്ക് വരുന്ന ഈ അതിഥികളുടെ മനസ്സിലേക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഗ്രാൻഡായി ചെന്നെത്തിയത് സാർ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രോജക്റ്റ് മുതൽ തുടങ്ങിയ ഒരു ഹാർഡ് വർക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ് അവരും സത്യം വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഗ്രാൻഡ് കോട്ടയം. ക്വാളിറ്റിയുള്ള സ്റ്റാഫും ക്വാളിറ്റിയുള്ള ഫുഡുമാണ് നമ്മുടെ പ്രത്യേകത, ഞങ്ങളുടെ സക്സസിൻ്റെ സീക്രട്ട് എന്നുള്ളത്. ശരിക്കും ഞാൻ തുടക്കത്തിലേ പറഞ്ഞ വീട് പോലെ നമുക്ക് മനോഹരമായ മറ്റൊരു വീട്. ഇപ്പോൾ റൂമുകളൊക്കെ അതിമനോഹരമാണ്. ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന അതിഥികൾക്ക് വേണ്ടിയുള്ള റൂമുകളുടെ അറേഞ്ച്മെൻറ്റ് എന്തൊക്കെ ആധുനിക സജ്ജീകരണങ്ങളാണ് ഉള്ളത്? ഞങ്ങൾ സാധാരണ എല്ലാ ഹോട്ടലിലും മാൻഡറ്ററി ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫിസിക്കലി ചലഞ്ചായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ റൂം കൊടുക്കണം. എല്ലാ ഫ്ലോറിലും ഒരു റൂം കൊടുക്കണമെന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ ലോബിയിൽ വരുന്ന ടോയ്ലറ്റ്സ്, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് 30 ഡീലക്സ് റൂംസ് ഉണ്ട് ഇതിനകത്ത്. അതുകൂടാതെ 2 പ്രീമിയം സ്വീറ്റ് റൂംസ് ഉണ്ട് വിത്ത് വളരെ വലുതായിട്ടുള്ളൊരു ബാൽക്കണി അടക്കമുണ്ട്. നല്ല വ്യൂ ആണ് ആ റൂമിന്. ഇതിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചെറിയൊരു റിവർ ഇതിൻ്റെ സൈഡ് വഴി ഒഴുകുന്നുണ്ട്. അതെ. അപ്പോൾ അത് തന്നെ വളരെ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു മനോഹാരിതയ്ക്ക് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലത്താണ് ഇത് കറക്റ്റായിട്ട് ഇത് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ അത് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ്. അതെ 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 അതെ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും പിന്നെ ആർപ്പുക്കരക്കാരുടെ സപ്പോർട്ടും ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചറിലൊരു വലിയൊരു പ്രോപ്പർട്ടി ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നല്ല പ്രോപ്പർട്ടികളിൽ ഒരെണ്ണമായി. അത് തീർച്ചയായിട്ടും മറുപടി അത്തരത്തിലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ശരിക്കും എനിക്ക് റൂം ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഉള്ളതാണ്. അതിലേറെ എന്നെ ആകർഷിച്ചത് മനോഹരമായ റെസ്റ്റോറൻറ്റ്. ആളുകൾ ഭക്ഷണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊന്ന് പറയാം സാർ? നമ്മൾ ഒരു മനുഷ്യനെ നമ്മൾ ജയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആകർഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പുള്ളിയുടെ വയറ് വഴിയാണ് സത്യം നമ്മൾ പുള്ളിയെ നമ്മുടെ കസ്റ്റഡിയിലേക്ക് നല്ല ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഏത് ഹോട്ടലിൻ്റെയും മുഖമുദ്ര, അവരുടെ കടമ. തീർച്ചയായും അത് അതിനകത്ത് മായോ കട്ടിങ് ദ കോർണേഴ്സ് ഒന്നും ഇല്ലാതെ പൈസ തരുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വാല്യൂ ഫോർ മണി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതായത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തന്നെയല്ല, എല്ലാ ഹോട്ടലുകാരും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ വരുമ്പോൾ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫുഡും കർട്ടിയസ് സർവീസ് ടൈംലി. അതായത് ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി നമ്മൾ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുകയും എല്ലാവരും തിരക്ക് പിടിച്ചവരാണ്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടാതെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ സീ ഫുഡാണ് നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ആയിട്ട്. കാരണം കുമരകം ഇത്ര അടുത്ത് കിടക്കുന്നു. ആൾക്കാർക്ക് ഇപ്പം കൂടുതലും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സീ ഫുഡ് തന്നെയാണ്. അതെ. കാരണം ഇപ്പോൾ സേഫായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം എനിക്ക് തോന്നുന്നത് സീ ഫുഡ് തന്നെയാണ്. കാരണം ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. മീറ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളുള്ളവർക്കും സീ ഫുഡ് ഓക്കെയാണ്. സീ ഫുഡിനകത്ത് പ്രോൺസ് ചിലർക്ക് അലർജി ആയിട്ട് വരാം, ബാക്കി അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇവർക്ക് കഴിക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പം കുമരകം സാറ് പറഞ്ഞല്ലോ, കുമരകം പോലുള്ള ടൂറിസ്റ്റ് പ്ലേസ്, പിന്നെ ഒരുപാട് പുണ്യ സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്തുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഗ്രാൻഡ്. അത് കൂടാതെ തന്നെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട്, കാരിത്താസ് ഉണ്ട്. ഇവിടെയൊക്കെ മെഡിക്കൽ ടൂറിസം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതുവരെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ പലരും ഇപ്പം ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ
ഇവിടെ പേഷ്യൻ്റ് വന്ന് നിൽക്കുകയും അവരുടെ കൂടെ വരുന്ന ആൾക്കാർ കുമരകം പോലെയുള്ള റിസോർട്ടുകളിലാണ് താമസിച്ചുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മൾ സാധാരണക്കാരായിട്ട് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ അവരവിടുത്തെ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ല. അവിടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണല്ലോ അവരിവിടെ വന്ന് ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടുമെന്നും നല്ല ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടെന്നുള്ളതും ഇന്ത്യൻ ഡോക്ടേഴ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് ഇൻ ദ വേൾഡാണ്. അതെ. അപ്പോൾ അതറിയാവുന്നതുകൊണ്ടൊക്കെയാണ് അവരിവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന കൊക്കിൽ ഒതുങ്ങുന്ന ഒരു റൂം, ക്വാളിറ്റി ഉള്ളൊരു റൂമും അതിൻ്റെ പ്രൈസിങ്ങുമാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ കുമരകം പോലുള്ള സ്ഥലങ്ങളിൽ റിസോർട്ട് ആയതുകൊണ്ടും അവിടെ അവർക്ക് സീസൺ ഓഫ് സീസണൊക്കെ ഉണ്ട്. സീസൺ സമയത്തൊക്കെ വരുന്നവർക്ക് നല്ല റേറ്റാണ് റൂംസിനൊക്കെ. അത് ചിലർക്ക് കിട്ടാനുമില്ല. അതുപോലെ ചില സമയങ്ങൾ അപ്പം നമ്മൾ ഇതുപോലൊരു സ്ഥാപനം വളരെ അടുത്ത് ഇതുപോലുള്ള ഹോസ്പിറ്റൽസിനുള്ളതുകൊണ്ട് ഇതുപോലെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് നിന്ന് പെട്ടെന്ന് അവർ എത്തുകയും ഒക്കെ ഉള്ളൊരു സൗകര്യം ഞങ്ങളിവരുടെ കാരിത്താസുകാരും മറ്റേ മെഡിക്കൽ കോളേജിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ അവരും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കുകയാണ്. കോട്ടയത്ത് വേറെ ഹോട്ടൽസ് ഉണ്ട്, അവരിവിടെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇത്രയോടെ അടുത്ത് ഒരു നല്ല പ്രോപ്പർട്ടി കിട്ടിയത് അവർക്കൊരു അനുഗ്രഹമാണെന്ന് പറയുന്നത്. ശരിക്കും ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ, ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന ബൈസ്റ്റാൻഡേഴ്സിനും അതേപോലെ കുമരകത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ശരിക്കും കോട്ടയം ഒരു ഗ്രാൻഡ് തന്നെയാണ്. അതേപോലെ തന്നെ സാറേ, നമ്മളിപ്പം റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ആധുനിക രീതിയിലുള്ള റൂമുകൾ ഞാൻ കണ്ടു, അത് മനസ്സിലായി, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത് മനസ്സിലാവും. ഇത് കൂടാതെ മറ്റെന്തൊക്കെയാണ് നമുക്ക് മിനി ഹാളുകളൊക്കെ ഞാൻ കണ്ടല്ലോ, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അടുത്തായിട്ട് പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാൻഡ് സ്പേസ് ആണ്. അതായത് ഇത് 4 acres ലാൻഡിനകത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. കോട്ടയത്ത് ടൗണിലുള്ള ഹോട്ടൽസ് അങ്ങനെ ഒരു ഭാഗ്യം പോലും വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ എങ്കിലും ഇത്രയും അടുത്ത്, അതായത് ഇത്രയും സൗകര്യത്തോടു കൂടി ഒതുങ്ങിയ ഒരു സ്ഥലത്തുള്ള ഒരു ഹോട്ടൽ ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് തന്നെ 4 ഏക്കർ സ്ഥലത്ത് ഇത് നിൽക്കുന്നത് കൊണ്ടും സൈഡിലൂടെ മനോഹരമായൊരു ചെറിയൊരു മിനി ആറ് പോകുന്നത് കൊണ്ടുമൊക്കെ ഈ സ്ഥലം വളരെ മനോഹരവും, രാത്രിയിലാണെങ്കിലും വൈകുന്നേരം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇറങ്ങി നടക്കാനും വേണമെങ്കിൽ ഒന്ന് കളിക്കാനും ഒക്കെയുള്ള സൗകര്യം കൂടി ഉണ്ട്. നമുക്ക് 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബാങ്ക്വറ്റ് ഹാളുണ്ട്. അത് കോട്ടയത്ത് പലയിടത്തും ഉണ്ട്, അങ്ങനെ ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് സാധാരണക്കാരനും മിഡിൽ ക്ലാസ് ആൾക്കാർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള ഒരു ഹാളാണ് നമ്മൾ സെറ്റ് ചെയ്തത്. എന്നാൽ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഇവിടെ ഉള്ള ഏറ്റവും നല്ല ഹോളുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഹോളുകളുമാണ് നമ്മുടെ ഉള്ളത്. അതേപോലെ തന്നെ ഏകദേശം ഒരു 500 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് പ്രോപ്പർട്ടിക്കകത്ത്. പിന്നെ ഒരു വലിയ ലോണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 12,000 പേരുടെ ഓപ്പൺ ഫംഗ്ഷൻ നടത്താനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ നല്ലൊരു സ്വിമ്മിംഗ് പൂളും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്പായും ഒരു ഡെക്കും, അതായത് മിനി പാർട്ടിയൊക്കെ നടത്താൻ ഒരു 100 പേർക്ക് ഫുൾ സൈഡ് ഫംഗ്ഷൻ നടത്താൻ പറ്റുന്ന ഒരു പൂൾ ഡെക്കും പിന്നെ ഒരു നല്ലൊരു ഹെൽത്ത് ക്ലബ്ബും ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗ്രൗണ്ട് പണി തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ഒരു 3 മാസത്തിന് 4 മാസത്തിനകം ഈ സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. അപ്പം നമുക്ക് ഇപ്പം ആർക്കെങ്കിലും ഒരു പൂളിൽ അല്ലെങ്കിൽ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലാണ്. അപ്പോൾ ആർപ്പക്കരക്കാരുടെ ആരോഗ്യവും കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. കാരണം എല്ലാവരും ഓഫീസ് വർക്ക് ചെയ്ത് പലർക്കും സമയമില്ല. ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് അറിയാം, അവരൊക്കെ ഭയങ്കര സ്ട്രെസ്സ് പിടിച്ച ഒരു ജോലി തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടം ഈ അടുത്തിടയ്ക്ക് എനിക്ക് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. ഒരു സ്റ്റാഫിനെയും കൊണ്ട് ചെന്നപ്പോൾ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഫുൾ ആൾക്കാരായിരുന്നു അതിനകത്ത്. ഓരോ ഡോക്ടറുടെ മുമ്പിലും 10, 50, 60 പേര് ലൈൻ നിൽക്കുകയാണ്. ഇവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്ടർ തളരും എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അവർക്കൊരു മൈൻഡ് ഫ്രഷ് ആകാനും ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആനുകൂല്യം, ഒരു സൗകര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ഐഡിയ. ആദ്യം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ പണിയാൻ പ്ലാനില്ലായിരുന്നു. ഇത് കണ്ട് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് മനസ്സിലായത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറായിട്ട് സംസാരിക്കുകയും പുള്ളി അന്നേരം തന്നെ അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ ഈ വക ചേഞ്ചസ് ഇവിടെ വരും. ഒരു 3-4 മാസത്തിനകം ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ, ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. അപ്പം അതുപോലെ ഇപ്പോൾ തന്നെ മനോഹരമാണ്, ഇനി അതിമനോഹരമാവുകയും ചെയ്യും. നമുക്ക് ബുക്കിങ്സിന് പറയുകയാണെങ്കിൽ 2028 വരെ ബുക്കിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
അത് നമ്മൾ എങ്ങനെയാണ് സാർ ബുക്ക് ചെയ്യുന്നത്? ഓൺലൈനായിട്ടാണോ അതോ? അല്ല, പിന്നെ ഫംഗ്ഷൻ ബുക്കിംഗ് ആണ്, ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ അത് റൂംസിന് ഫംഗ്ഷൻസ് ഒക്കെ ബുക്ക് ചെയ്യുന്നത്? ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് ഇവിടെ വന്ന് ഹോളൊക്കെ Book കണ്ട് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്യുകയാണ് എല്ലായിടത്തും നല്ലത്. ഇവിടെ തന്നെയല്ല, ഏത് ഹോട്ടലിലാണെങ്കിലും ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുകയാണ് നല്ലത്. സ്ഥലം കണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളും ചെക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് ആളുകൾക്ക് വേണ്ടി പറയുമോ സാർ? ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർപ്പുക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാന്നാനം പോകുന്ന റൂട്ടിൽ നിന്ന് ഏകദേശം ആർപ്പുക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് 400 മീറ്ററിനകത്ത് ഈ സാധനമുണ്ട്, ഈ ഹോട്ടലുണ്ട്. അത് നേരേക്കടവ് റോഡെന്ന് പറയുന്ന റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും. നേരേക്കടവ് ബ്രിഡ്ജിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന പ്ലോട്ടാണ്. അതാണ് ഇതിൻ്റെ എക്സാക്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു വൻ വിജയമാവട്ടെ, മനോഹരമായ ഈ ആംബിയൻസ് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തട്ടെ. വളരെ വിശദമായി സംസാരിച്ച താങ്കൾക്ക് പ്രത്യേക താങ്ക് യു. ഇത് കാണുന്നവരും കേൾക്കുന്നവരും എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു വലിയ സന്തോഷമായിരിക്കും. കാരണം നിങ്ങളിവിടെ വരുമോ, ഇതൊന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് പോയാൽ മതി. നിങ്ങളിവിടെ ഒന്ന് സ്റ്റേ ചെയ്യണമെന്നോ ഫംഗ്ഷൻ നടത്തണമെന്നൊന്നും നമുക്ക് ആഗ്രഹം. ശരിക്കും ഇത് കാണാൻ മാത്രമേ ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഈ ആതിഥ്യ മര്യാദ പോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെയും പെരുമാറ്റം. അപ്പോൾ ആതിഥ്യ മര്യാദയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വളരെ മനോഹരമായ റൂമുകളും അതേപോലെ റെസ്റ്റോറൻറ്റുകളും മനോഹരമായ ഫുഡുകളും പാർക്കിംഗ് ഏരിയയൊക്കെ വളരെ വിശാലമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരാഴ്ചയൊക്കെ വന്ന് സുഖമായി സന്തോഷത്തോടെ റിലാക്സ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഒരു ഗ്രാൻഡ് തന്നെയാണ് കോട്ടയം ഗ്രാൻഡ്. പ്രിയപ്പെട്ട ജീവനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.